2024 ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആണവോർജ്ജ ശേഷി വിപുലീകരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായി ഭാരത് ചെറുകിട റിയാക്ടറുകൾ അഥവാ BSR വികസിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതായത് ഭാരത് സ്മോൾ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനും ചെറിയ മോഡുലാർ റിയാക്ടറുകളെയും പുതിയ ന്യൂക്ലിയർ സാങ്കേതിക വിദ്യകളെയും കുറിച്ച് ഗവേഷണവും വികസനവും നടത്തുന്നതിന് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. ഈ റിയാക്ടറുകൾ ഇന്ത്യയുടെ ആണവോർജ്ജ തന്ത്രത്തിലെ ഒരു സുപ്രധാന മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആണവോർജ്ജത്തെ കൂടുതൽ പ്രാപ്യവും ബഹുമുഖവുമാക്കാൻ ലക്ഷ്യമിടുന്നു ഇന്ത്യ. എന്താണ് ഈ ഭാരത് ചെറിയ റിയാക്ടറുകൾ? പരമ്പരാഗത വലിയ ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് ചെറിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒതുക്കമുള്ള ആണവ റിയാക്ടറുകളാണ് ഭാരത് സ്മോൾ റിയാക്ടറുകൾ. ഇന്ത്യയിൽ പരീക്ഷിച്ചതും 220 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് ഈ BSR അഥവാ ഭാരത് സ്മോൾ റിയാക്ടർ. ഇതിൽ 16 യൂണിറ്റുകൾ ഇതിനോടകം തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്ത്യ എന്തുകൊണ്ട് ഈ റിയാക്ടറുകൾ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, പരമ്പരാഗത വൻതോതിലുള്ള ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് ഇതിന് സ്ഥലത്തിന്റെ കാര്യത്തിൽ കുറച്ച് സ്ഥലം മതിയാകും. അതുപോലെ തന്നെ വേഗത്തിൽ വിന്യസിക്കാൻ കഴിയും. കൂടാതെ കൂടുതൽ ചെലവ് കുറഞ്ഞതുമാണ്. അതുപോലെ തന്നെ വിദൂര പ്രദേശങ്ങളിൽ വൈദ്യുതി ലഭ്യമാക്കുന്നതിനോ സിമന്റ്, സ്റ്റീൽ തുടങ്ങിയ വൻകിട വ്യവസായങ്ങൾക്ക് ക്യാപ്റ്റീവ് പവർ യൂണിറ്റുകളായി വർത്തിക്കുന്നതിനോ ഈ റിയാക്ടറുകൾ പ്രത്യേകിച്ച് ഉപയോഗപ്രദമാകും. ന്യൂക്ലിയർ എനർജിയിലെ ആഗോള പ്രവണതകളുമായി ശ്രദ്ധ നേടിയിരിക്കുന്നത് ചെറിയ മോഡുലാർ റിയാക്ടറുകളാണ്, അതായത് SMR. ഫാക്ടറി നിർമ്മിതവും എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കാവുന്നതുമായ റിയാക്ടറുകൾ ഉൾപ്പെടുന്ന തികച്ചും പുതിയ ഒരു ആശയമാണ് SMR. എന്നാൽ BSR അതായത് ഭാരത് സ്മോൾ റിയാക്ടറുകൾ ഇന്ത്യയുടെ നിലവിലുള്ള PHWR സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടറുകളുടെ ഗവേഷണത്തിനും വികസനത്തിനുമുള്ള പദ്ധതികളെ പറ്റിയാണ് സീതാരാമൻ പ്രഖ്യാപിച്ചത്. ഈ പുതിയ സാങ്കേതിക വിദ്യയും പര്യവേഷണവും ചെയ്യാനുള്ള ഇന്ത്യയുടെ ഉദ്ദേശമാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ BSRMകളുടെ രൂപകൽപ്പന തുടരുകയാണ്. ഈ സംരംഭവുമായി ഇന്ത്യ മുന്നോട്ട് പോകുകയാണെങ്കിൽ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനും ആണവ മാലിന്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും BSRകളുടെ വികസനം ഒരു പരിധിവരെ ഇന്ത്യക്ക് സഹായകമാകും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിശാലമായ ഊർജ്ജ പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനും ഇത് നിർണായകമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.